നമസ്കാരം. TJ's വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഡൽഹി സർക്കാർ 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും 15 വർഷത്തിലേറെ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും ഡീരജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത നിങ്ങളിൽ ചിലരെങ്കിലും അറിഞ്ഞു കാണും. ജനുവരി 1, 2022 ശേഷം 1 ലക്ഷത്തിലധികം ഡീസൽ വാഹനങ്ങൾ, അതായത് 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ ഡീരജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 15 വർഷത്തിലേറെ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും ഇതുപോലെ ഡീരജിസ്ട്രേഷൻ്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇവിടെ എന്താണ് ഈ ഡീരജിസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉള്ള വാഹനങ്ങളാണ് ഈ ഡീരജിസ്റ്റർ ചെയ്യുന്നത്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ നിർദ്ദേശപ്രകാരം 2016 തന്നെ ഈ പഴയ ഡീസൽ വാഹനങ്ങളും പെട്രോൾ വാഹനങ്ങളും നിരോധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നിലവിലുള്ളതാണ്. ഇപ്രകാരം നമ്മുടെ കേരളത്തിലും പ്രധാന നഗരങ്ങളിലെല്ലാം 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ നിരോധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെതായിട്ട് വന്നിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും അങ്ങനെയാണ് ഇന്നും ഈ 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട് മുതലായിട്ടുള്ള നഗരങ്ങളിലാണ് ഇത് നിരോധിക്കാനായിട്ട് ഈ ഉത്തരവ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഡൽഹിയിലെ ഈ മലിനീകരണത്തിൻ്റെ തോത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഡൽഹി അഡ്മിനിസ്ട്രേഷൻ തന്നെ ഇതുപോലുള്ള ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഇവിടെ ഇങ്ങനെ ഡീരജിസ്ട്രേഷൻ നടത്തുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യും? 10 വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾക്ക്, അത് പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിൽ 15 വർഷം വരെ അതിന് രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വാഹന ഉടമകൾക്ക് നൽകിയിട്ടുള്ള ഒരു സംവിധാനം, ഈ 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ അവർക്ക് ഒന്നുകിൽ ഇത് റെട്രോഫിറ്റ്മെൻറ്റ് നടത്തി അത് ഇലക്ട്രിക് കാറുകളിലേക്കാക്കി മാറ്റാനായിട്ട് സാധിക്കണം. ഇല്ലെങ്കിൽ ഈ വാഹനങ്ങൾക്ക് NOC എടുത്ത് ഈ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ നിരോധനം ഇല്ലാത്ത നഗരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലൊന്നും ഇതുപോലുള്ള നിരോധനം വന്നിട്ടില്ല, മറ്റ് പല സംസ്ഥാനങ്ങളുമുണ്ട്. അപ്പോൾ ആ സംസ്ഥാനങ്ങളിലേക്ക് NOC എടുത്ത് പോകാനായിട്ടുള്ള ഒരു സംവിധാനം. അപ്പോൾ ഈ പഴയ വാഹനങ്ങൾ അത് ഇവിടെ വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് നല്ലൊരു അവസരമാണ്. നമുക്ക് ഈ ഡൽഹി പോലുള്ള അല്ലെങ്കിൽ ബോംബെ പോലുള്ള ഇങ്ങനെ ഈ ഡീരജിസ്ട്രേഷൻ നടത്തപ്പെടുന്ന വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡൽഹിയിൽ ഇത് ഇനി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺവേർഷൻ്റെ, അതും ഈ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള റെട്രോഫിറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ നിന്നും അവരുടെ അപ്രൂവ്ഡ് കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അല്ലാണ്ട് തോന്നിയ മാതിരി എവിടെന്നെങ്കിലും കിറ്റ് വാങ്ങിയിട്ട് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഡീസലും പെട്രോളും അല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ എന്നുള്ള നിലയിലേക്കാണ്, ഇലക്ട്രിഫിക്കേഷൻ പോലെയുള്ള ഒരു സംവിധാനത്തിലേക്കാണ് അത് ഇപ്പോൾ അതിൽ നിർദ്ദേശത്തിൽ കാണുന്നത്. അപ്പോൾ അത് മെത്തനോളോ അതുപോലുള്ള മറ്റ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഉപയോഗിക്കാനായിട്ടുള്ളൊരു സംവിധാനം കൂടി നിലവിലുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ഈ ഡീരജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഈ 15 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ഡീസൽ വാഹനങ്ങളും അത് മറ്റ് സംസ്ഥാനങ്ങൾ ഉപയോഗിക്കാനായിട്ട് അനുവദിക്കില്ല. അതിന് NOC ലഭിക്കാനും സാധ്യതയില്ല. ആ വാഹനങ്ങളെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ സ്ക്രാപ്പേജ് പോളിസിയിൽ പെടുത്തി അത് സ്ക്രാപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ തന്നെ നോയിഡയിൽ വെഹിക്കിൾ സ്ക്രാപ്പിംഗ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പലരും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ TJ's വെഹിക്കിൾ പോയിന്റ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. മോട്ടോർ വാഹന സംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ചും RT ഓഫീസ് പ്രൊസീജിയറുകൾ, ഇൻഷുറൻസ്, അതുപോലെ ആക്സിഡൻറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ TJ's വെഹിക്കിൾ പോയിൻ്റ് എപ്പോഴും വിഷയങ്ങളായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇനിയും പുതിയ വിഷയങ്ങളുമായിട്ട് വരുന്നതുവരെ സ്റ്റേ സേഫ്.